ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ ശബത്തിലെ ധ്യാനചിന്ത സൃഷ്ടിയെ മലിനപ്പെടുത്തൽ, ദ കറപ്ഷൻ ഓഫ് ക്രിയേഷൻ. അന്നേ ദിവസം വായിച്ചു കേൾക്കപ്പെടുന്ന വേദഭാഗങ്ങൾ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 13 വരെ, സങ്കീർത്തനം 8, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5 മുതൽ 10 വരെ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെ. എന്താണ് മലിനപ്പെടൽ? നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും ഇച്ഛിക്കാത്ത തിന്മയെ പ്രവർത്തിക്കുന്നതാണ് മലിനത എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ്. മനുഷ്യന് പാപത്തോടുള്ള അഭിലാഷം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ മലിനപ്പെടുത്തുന്നു അനുസരണക്കേടുകൊണ്ട്, ബന്ധങ്ങളെ പരസ്പരം മലിനമാക്കുന്നു വാക്കുകൊണ്ട്, സൃഷ്ടിയെ മലിനപ്പെടുത്തുന്നു പ്രവൃത്തി കൊണ്ട്, സൃഷ്ടി വിഭവങ്ങളെ മലിനപ്പെടുത്തുന്നു കൈകാര്യം ചെയ്യുന്നതിലൂടെ, വിനിയോഗം ചെയ്യുന്നതിലൂടെ. ദൈവവും മനുഷ്യനുമായ ബന്ധത്തിൽ മലിനപ്പെടൽ, മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മലിനപ്പെടൽ, മനുഷ്യനും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ മലിനപ്പെടൽ. ദൈവമഹത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ വീഴ്ചയിൽ നിന്ന് അവനെ മടക്കി വരുത്തുവാൻ ദൈവം വിളിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ സൃഷ്ടിയുടെ മകുടവും സൃഷ്ടിയിന്മേൽ വാഴുവാൻ അനുഗ്രഹം പ്രാപിച്ചവനുമാണ്. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി മനുഷ്യനെ ദൈവം തേജസ്സും ബഹുമാനവും അണിയിച്ച് തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് അവനെ അധിപതിയാക്കി എന്ന് 8-ാം സങ്കീർത്തനം 56-ാമത്തെ വാക്യം. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും ദൈവം അവന് വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ അവൻ അതിക്രമത്തിലും വഷളത്വത്തിലും ജീവിച്ചു. ഒരു വ്യക്തി ആയിരിക്കുന്ന ഒരു ഉയർന്ന ഇടത്തു നിന്നോ അവസ്ഥയിൽ നിന്നോ യാതൊരു നിയന്ത്രണവുമില്ലാതെ താഴേക്ക് നിബദിക്കുന്നതിനെയാണ് വീഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സ്വയം അമാനുഷികരാകാനുള്ള പരിശ്രമത്തിൽ ദൈവത്തെ മറക്കുകയും മറുതലിക്കുകയും മത്സരിക്കുകയും ചെയ്ത ഒരു ആദിമ മനുഷ്യ സമൂഹത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വ്യക്തമാക്കുന്നത്. മനുഷ്യൻ്റെ നിരൂപണം ദോഷമുള്ളതായി മാറി, അവൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളതായി മാറി. അവനെ ഉണ്ടാക്കുകൊണ്ട് ദൈവം അനുദപിച്ചു, ദൈവം ഹൃദയത്തിൽ ദുഃഖിച്ചു. അങ്ങനെ ഈ ഭൂമിയെ മനുഷ്യനോടുകൂടെ നശിപ്പിക്കുവാൻ ദൈവം ഒരുങ്ങുകയാണ്. ആ അകൃത്യം നിറഞ്ഞ തലമുറയിലും നീതിമാനായി കൃപ ലഭിച്ച് ജീവിച്ച നോഹ ഇന്നും ഒരു സാക്ഷ്യമായി ഈ ഭൂമിയിൽ നിലകൊള്ളുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രചോദനമായി, സാക്ഷ്യമായി നോഹ നീതിമാനായി നിലകൊള്ളുന്നു. അതാണ് എൻ്റെയും നിങ്ങളുടെയും സാക്ഷ്യമാർന്ന ജീവിതം. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ കീർത്തിപ്പെട്ട പുരുഷന്മാരെന്നൊക്കെ വിശേഷണം ലഭിച്ചിരുന്നുവെങ്കിലും ദൈവഹിതത്തിനെതിരായി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് സമൂഹത്തിന് ഭാരമായി തീർന്ന അവരുടെ പ്രവൃത്തികൾ ദൈവ ദൃഷ്ടിയിൽ ഇന്നും ദോഷമായിരിക്കുകയാണ്. നന്മ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്യണമെന്ന് ആത്മാവിൽ ആഗ്രഹിക്കുന്നുവെങ്കിലും ജഡത്തിൽ തിന്മകൾ അഭിലഷിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ഇതിൽ നിന്നും, ഈ വീഴ്ചയിൽ നിന്നും കരകയറാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ളതാണ് ഇന്നത്തെ വേദഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. ഇന്നത്തെ വേദഭാഗങ്ങളിൽ നിന്നും ചില ചിന്തകൾ നമുക്ക് പ്രാർത്ഥനയോടെ ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, സൃഷ്ടിതാവിനെ തിരിച്ചറിയാത്തവൻ സൃഷ്ടിയോടുള്ള കടപ്പാട് മറന്ന് ദൈവ സൃഷ്ടിയെ മലിനപ്പെടുത്തുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. സൃഷ്ടിയുടെ മടങ്ങി വരവിനുള്ള ദൈവത്തിൻ്റെ കാത്തിരിപ്പാണ് ഈ ഉപമയുടെ സന്ദേശം. നല്ല ഫലം ലഭിക്കുമെന്ന് കാത്തിരുന്നു, കാഴ്ചതോ തിന്മയുടെയും അനീതിയുടെയും ഫലം. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ കാട്ടുമുന്തിരിയുടെ ഫലമുണ്ടാകുന്നു, മനുഷ്യനുമായുള്ള ബന്ധത്തിൽ കാട്ടുമുന്തിരിയുടെ ഫലമുണ്ടാകുന്നു. ദൈവവും പ്രകൃതിയുമായുള്ള ബന്ധത്തിൽ കാട്ടുമുന്തിരിയുടെ ഫലം പുറപ്പെടുവിക്കുകയാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കടപ്പാടുകൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടും ഇന്ന് സൃഷ്ടി നല്ല ഫലം പുറപ്പെടുവിക്കുന്നില്ല. അവിടെയാണ് ഈ മുന്തിരിവള്ളിയുടെ ഉപമയിൽ പറഞ്ഞിരിക്കുന്ന ആ സന്ദേശം യാഥാർത്ഥ്യമാകുന്നത്. ദൈവം സൃഷ്ടിയെ നിർത്തിയിരിക്കുന്നത് ഒരുക്കപ്പെട്ട ഫലവത്തായ കുന്നിന്മേലാണ്. വേലികെട്ടി കല്ല് പെറുക്കിക്കളഞ്ഞ് ഗോപുരം പണിത് ചക്കൊക്കെ സ്ഥാപിച്ച ഒരുക്കപ്പെട്ട ഫലവത്തായ കുന്നിന്മേൽ നല്ല വക മുന്തിരിവള്ളി, 1 ഫലവത്തായ കുന്ന്, 2 നല്ല വക മുന്തിരിവള്ളി. അതുകൊണ്ട് ദൈവം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നട്ടത് നല്ലതാണ്. ദൈവത്തിനറിയാം ഞാൻ
സൃഷ്ടിച്ചതെല്ലാം നല്ലതാണ്. അതാണ് സൃഷ്ടിയുടെ വിവരണത്തിൽ ദൈവം എല്ലാം സൃഷ്ടിച്ച ശേഷം ദൈവം നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം എല്ലാ സൃഷ്ടിയുടെയും ഒടുവിൽ യഹോവയായി ദൈവം പറയുന്ന ഒരു കാര്യമാണ് നല്ലതെന്ന് കണ്ടു. ഈ കാത്തിരിപ്പുകളെല്ലാം തകർത്തുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് കാണുകയാണ്. ഒരു ബലവത്തായ കുന്നിന്മേൽ നല്ല വക മുന്തിരിവള്ളിയായി ദൈവം നട്ടിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം നല്ലതാണ്. പക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യരിൽ നിന്നും പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല. മനുഷ്യന്റെ ഹൃദയവിചാരങ്ങളും നിരൂപണങ്ങളെല്ലാം ദോഷമുള്ളതായി തീർന്നിരിക്കുകയാണ്. മനുഷ്യൻ നിസ്സാരമായി പാപം ചെയ്യുകയാണ്, ദൈവത്തെ ധിക്കരിക്കുകയാണ്. മനുഷ്യനുമായുള്ള ബന്ധത്തിൽ, സൃഷ്ടിയുമായുള്ള ബന്ധത്തിലെല്ലാം മനുഷ്യൻ ഇന്ന് കാട്ടുമുന്തിരിങ്ങയായി മാറുകയാണ്. ആർക്കും പ്രയോജനമില്ലാത്ത, എല്ലാവർക്കും ഇടർച്ചയായ, ഉപദ്രവകാരികളായ ഒരു സൃഷ്ടികളായി മനുഷ്യൻ മാറുകയാണ്. ആ മനുഷ്യൻ ദൈവിക ബന്ധത്തെ തകർക്കുന്നു, സൃഷ്ടിയുമായുള്ള ബന്ധത്തെ തകർക്കുന്നു, സൃഷ്ടി വിഭവങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യം പഠിക്കുമ്പോൾ, വെയിലാറിയപ്പോൾ ദൈവം നടക്കുന്ന ശബ്ദം കേട്ടു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. എവിടെയെന്ന് ചോദിച്ചപ്പോൾ മറുപടി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യൻ ഒളിക്കാൻ ശ്രമിക്കുകയാണ്. ദൈവത്തോട് കൂടെ നടന്നവൻ, ദൈവത്തോടൊപ്പം സംസാരിച്ചവൻ, മനോഹാരിതയായ ഏദേൻ തോട്ടത്തിലെ വിഭവങ്ങൾ അനുഭവിച്ചവൻ, ഒടുവിൽ ദൈവം നീ എവിടെയെന്ന് കേൾക്കുമ്പോൾ ദൈവത്തെ കണ്ട് ഭയപ്പെട്ട് ഓടി ഒളിക്കുവാൻ പാകത്തിൽ അവൻ അധപതിച്ചു. അവന് പൂർണ്ണമായ ഉൾബോധ്യമുണ്ട്, ഞാൻ ദൈവത്തെ മറുതലിച്ചിരിക്കുകയാണ്, ഞാൻ ദൈവത്തെ ധിക്കരിച്ചിരിക്കുകയാണ്, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചിരിക്കുകയാണ്. ഇതല്ലേ ഇന്നും ഈ ഭൂമിയിൽ ദുഷ്ടത പെരുകിക്കൊണ്ടിരിക്കുന്നത്, അധാർമികതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ദേശങ്ങളിലായാലും ഇന്ന് ഈ മനുഷ്യൻ നികൃഷ്ടനായിക്കൊണ്ടിരിക്കുകയാണ്, കിരാതന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മെ കൊണ്ട് എവിടെ നട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. സൃഷ്ടിയെ മലിനപ്പെടുത്താത്ത ഒരു മുന്തിരിവള്ളി, പ്രവൃത്തി കൊണ്ട് ദോഷമായി പോകാത്ത ഒരു മുന്തിരിവള്ളി, ദൈവകൃപയുള്ള ഒരു മുന്തിരിവള്ളി, ദൈവ സാന്നിധ്യമുള്ള മുന്തിരിവള്ളി, ദൈവിക കാര്യങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു മുന്തിരിവള്ളി, ദൈവ സൃഷ്ടിയെ പരിപാലിക്കുന്ന ഒരു മുന്തിരിവള്ളി, ദൈവം ഒരുക്കി നൽകിയ പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാത്ത, അവയെ തന്മയത്വത്തോടെ ദൈവഭയത്തോടു കൂടെ ഉപയോഗിക്കുന്ന മുന്തിരിവള്ളി, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മുന്തിരിവള്ളി, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുന്തിരിവള്ളി, ദൈവത്തോടൊപ്പമുള്ള ഉത്തരവാദിത്വങ്ങൾ, കടപ്പാടുകൾ മറന്നുപോകാത്ത ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായിട്ടാണ് എന്നെയും നിങ്ങളെയും ഭൂമിയിൽ നട്ടിരിക്കുന്നത്. ദുഷ്ടത ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുമ്പോഴും അധാർമികത വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദൈവകൃപയുള്ള ഒരു നോഹയെ പോലെ മാറി നിന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും ഉത്തരവാദിത്വങ്ങൾ തന്മയത്വത്തോടെ നിറവേറ്റാനും ഒരു ഫലവത്തായ കുന്നിന്മേലാണ് നട്ടിരിക്കുന്നത്. എല്ലാ സുരക്ഷിതത്വങ്ങളും ഒരുക്കിയാണ് ദൈവം എന്നെ നട്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവനാണെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ വളർത്തി ആ ദൈവകൃപയുള്ളവനായി നമ്മൾ മാറണം. കാട്ടുമുന്തിരിങ്ങയുടെ ഫലമല്ല നമ്മൾ പുറപ്പെടുവിക്കേണ്ടത്. പ്രിയമുള്ളവരെ, സൃഷ്ടിതാവിനെ തിരിച്ചറിയാത്തവൻ സൃഷ്ടിയോടുള്ള കടപ്പാട് മറക്കുന്നു, ദൈവ സൃഷ്ടിയെ മലിനപ്പെടുത്തുന്നു. ആ മടങ്ങിവരവ് ഏറ്റവും മാതൃകാപരമായുള്ള ഒരു മടങ്ങിവരവായിരിക്കാൻ, മാലിന്യമില്ലാത്ത, കാപട്യമില്ലാത്ത, വിശുദ്ധി നഷ്ടപ്പെടാത്ത ഒരു മടങ്ങിവരവ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ദൈവത്തെയും സൃഷ്ടിബന്ധങ്ങളെയും സൃഷ്ടി വിഭവങ്ങളെയും മലിനപ്പെടുത്തുന്ന മലിനതയിൽ നിന്നും മടങ്ങി വരാനുള്ള ഉപദേശമാണ് ഇന്നും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ, പ്രകൃതി പോലും മനുഷ്യ സ്വഭാവത്തോട് ഇഴുകിച്ചേർന്നിരിക്കുന്നു. മനുഷ്യനുമായി ഇഴുകിച്ചേർന്നിരിക്കുന്ന ഒരു പ്രകൃതി, നാം ദൈവത്തോട് ഇഴുകിച്ചേർന്നിരിക്കുന്നത് പോലെ ദൈവം ഒരുക്കിയ സൃഷ്ടിയും നമ്മോട് ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. സർവ്വ സൃഷ്ടിയും ഞരങ്ങി ഒന്നുപോലെ ഈറ്റുനോവിനായി കാത്തിരിക്കുന്നു. ഈ സൃഷ്ടിക്ക്, സൃഷ്ടി വിഭവങ്ങൾക്ക് ഇരുട്ട് സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ അതിന് കാരണം മനുഷ്യനാണ്. കാരണം നാം ദൈവപുത്രന്മാരായി മാറുന്നില്ല. നാം ദൈവപുത്രന്മാരായി മാറാത്തത് കൊണ്ട് ഈ ലോകത്തിനും സൃഷ്ടിക്കും ബന്ധങ്ങൾക്കും സൃഷ്ടി വിഭവങ്ങൾക്കും മനുഷ്യൻ ഇടർച്ചയായും ഇരുട്ടായും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലോകത്തിൻ്റെ കളർ കറുപ്പാണോ വെളുപ്പാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും, കറുപ്പാണ്. കാരണം അത്രയേറെ അധാർമ്മികതകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും,
എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതിന് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇത് സാത്താൻ്റെ ഹൃദയത്തിലെ ഒരു സ്വാർത്ഥ ചിന്തയാണ്. ഇന്നും മനുഷ്യൻ്റെ ഉള്ളിലും ഇതേ ചിന്തയുണ്ട്. സാത്താൻ്റെ പ്രതിബിംബങ്ങളായി മനുഷ്യൻ സ്വാർത്ഥനായി മാറുകയാണ്. ദൈവത്തെക്കാൾ ഉയരാൻ ശ്രമിക്കുകയാണ്, വളരാൻ ശ്രമിക്കുകയാണ്, ദൈവത്തോട് മത്സരിക്കുകയാണ്. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിത്തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നു, കഴുത എൻ്റെ യജമാനനെ അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ, വഷളായി നടക്കുന്നവർ, ദൈവമാരെന്ന് അറിയാത്ത ജനം. സാത്താന്യ ചിന്തയുടെ പ്രതീകങ്ങളായി മനുഷ്യൻ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ഒരു ചിന്ത എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? സാത്താൻ്റെ തിന്മകൾ വളരുമ്പോൾ, തിന്മയുടെ പ്രകമ്പനങ്ങൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ ദൈവത്തിനെതിരായിട്ടാണ് സഞ്ചരിക്കുന്നു, സാത്താൻ എന്നെ കൊണ്ടുപോകുന്നതായി കാണുമ്പോൾ, ഹൃദയത്തിൽ തോന്നുമ്പോൾ, തിരിച്ചറിയുമ്പോൾ, സാത്താനെ നീ എന്നെ വിട്ടു പോ, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവം ഒരുക്കിയിട്ടുള്ള ആ നന്മകളെ പരിപാലിക്കേണ്ടവനാണ്, അവിടെ വേല ചെയ്യേണ്ടവനാണ്, ദൈവിക ജീവിതത്തിൽ വേല ചെയ്യേണ്ടവനും അതിനെ സംരക്ഷിക്കേണ്ടവനുമാണ്, നീ എൻ്റെ ജീവിതത്തിൽ ഇടർച്ച വയ്ക്കരുത്, നീ എന്നെ വിട്ടു പോക എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? നീയോ കബർന്നഹൂമേ, നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നുവോ, നീ പാതാളത്തോളം താണിരിക്കും. നാം ഈ ഭൂതലത്തിലും ഈ ഭൂതലം വിട്ടു പോകുമ്പോഴും സ്വർഗത്തോളം ഉയർന്നിരിക്കേണ്ടവരാണ്, പാതാളത്തോളം താണു പോകേണ്ടവരല്ല. ഇന്നത്തെ തലമുറയിൽ പാതാളത്തോളം താണു പോകുന്ന പ്രവൃത്തികൾ കൊണ്ട് ഈ പ്രപഞ്ചം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ അത്രയേറെ അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തോളം ഉയർന്നിരിക്കേണ്ട മനുഷ്യൻ പാതാളത്തോളം താണുപോകുന്ന അവസ്ഥ. മനുഷ്യൻ്റെ നിരൂപണങ്ങളും ഹൃദയകാഠിന്യതകളും ദോഷപ്രവൃത്തികളും ഇന്ന് പാതാളത്തോളം താണുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നീ സ്വർഗത്തോളം ഉയർന്നിരിക്കണമെന്നുള്ളതാണ്. ഈ ഭൂതലത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ള സകലത്തെയും പരിപാലിച്ച് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി, കടപ്പാടുകൾ നിറവേറ്റി സ്വർഗത്തോളം ഉയർന്നിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷേ പലപ്പോഴും തെറ്റായ ചിന്തകൾ കൊണ്ട് പാതാളത്തോളം താഴ്ന്നു പോവുകയാണ്. അതിന് കാരണം എന്താണ്? ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേൾക്കുന്നില്ല. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. 2 പത്രോസ് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്വസ്ഥത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. 1 തെസ്സലോനിക്കർ 4:8 പറയുന്നു, ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ അത്ര തുച്ഛീകരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. പുത്രനെ ബഹുമാനിക്കാത്തവൻ പുത്രൻ നൽകിയ വചനങ്ങളെ അവൻ ബഹുമാനിക്കുമോ? സൃഷ്ടിയെ ബഹുമാനിക്കുമോ? ആ സൃഷ്ടി വിഭവങ്ങളെ അവൻ നന്നായി പരിപാലിക്കുമോ? ദൈവത്തോട് ഉത്തരവാദിത്തോടെ മനുഷ്യനായി പെരുമാറുമോ? കാരണം പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഇന്ന് ദൈവഭയമില്ലാത്തത് കൊണ്ടല്ലേ ഇന്ന് ഈ ഭൂമിയിൽ അധാർമികതകൾ പെരുകുന്നത്? മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു, അവൻ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ദോഷമുള്ളവനായി മാറുകയാണ്, സാത്താൻ്റെ പ്രതിബിംബങ്ങളായി മാറുകയാണ്. അവിടെയാണ് ഇന്നത്തെ വിശേഷ വേദഭാഗം നമ്മെ വ്യക്തമാക്കുന്നത്. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സാത്താൻ ഈ ഭൂതലത്തിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു അധികാരം തന്നിരിക്കുകയാണ്. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം ഇത്രയേറെ പദവി നമുക്ക് തന്നിരിക്കുന്നു. അവരെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ആ അധികാരമാണ് ഏദനിൽ ആദിമാതാപിതാക്കൾക്കുണ്ടായിരുന്നത്. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അധികാരമുള്ളവൻ, അവകാശമുള്ളവർ ആ ഏദൻ തോട്ടത്തെ വികൃതമാക്കുകയാണ്. അനുസരണക്കേട് കൊണ്ട് ആ പ്രകൃതി വിഭവങ്ങളെ അനാവൃതമാക്കുകയാണ്. ഏദൻ തോട്ടത്തെ അനാവൃതമാക്കുകയാണ്. ആ തേജസ്സിനെ അനാവൃതമാക്കുകയാണ്. സാത്താൻ്റെ ശക്തികൾക്ക് മുമ്പിലും പ്രിയമുള്ളവരെ, നോഹയെപ്പോലെ ദൈവകൃപ ലഭിച്ചവരായി ജീവിക്കണമെങ്കിൽ തികച്ചും ദൈവത്തിൻ്റെ വാക്ക് നമ്മൾ കേൾക്കണം. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എൻ്റെ അയച്ചവനെ തള്ളുന്നു. സാത്താൻ മിന്നൽ പോലെ ഈ ഭൂമിയിൽ പെരുമാറുമ്പോഴും സാത്താൻ്റെ തിന്മകൾ ഈ ഭൂമിയിൽ വളരുമ്പോഴും വേദപുസ്തകം പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവമക്കൾക്കൊരു അധികാരമുണ്ട്. ശത്രുവിൻ്റെ തീയമ്പുകളെ കെടുത്തിക്കളയുവാനുള്ള അധികാരമുണ്ട്.
ദൈവിക ബന്ധത്തെ മുറുകെ പിടിക്കുവാനുള്ള അധികാരമുണ്ട്, സൃഷ്ടിയെ പരിപാലിക്കാനുള്ള അധികാരമുണ്ട്, സൃഷ്ടിയെ മലിനമാകാതെ സൂക്ഷിക്കുവാനുള്ള ഒരു അധികാരം ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് മലിനമാകുന്നത്, വിശുദ്ധി നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും തെറ്റായ വാക്കുകൾ കൊണ്ടായിരിക്കാം. തെറ്റായ ചിന്തകൾ ഹൃദയത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ അത് തെറ്റായ പ്രവൃത്തിയായി പുറത്തേക്ക് വരികയാണ്. എങ്കിലും ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. ദൈവം സൃഷ്ടിച്ച ഒന്നും നിങ്ങൾക്ക് ദോഷമല്ല. പക്ഷെ നിങ്ങളുടെ ചിന്തകളാണ് പലപ്പോഴും ദോഷമായി മാറുന്നത്. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന, നൽകിയിരിക്കുന്നതൊന്നും നമുക്ക് ദോഷമല്ല, ഇടർച്ചയല്ല, അതെല്ലാം നല്ലതാണ്. ദൈവം നല്ലതെന്ന് കണ്ടതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ ചില കെണികളിൽപ്പെട്ട ഇതെല്ലാം ദോഷമുള്ളതാക്കി തീർക്കുകയാണ്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിക്കുവിൻ. ഈ അധികാരമെല്ലാം തരുമ്പോഴും നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നമ്മൾ സന്തോഷിപ്പിൻ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നു, യോഗ്യന്മാരായവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും, അവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ ദൂതന്മാരുടെ സന്നിധിയിലും ഞാൻ ഏറ്റുപറയും. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും നല്ല അധികാരങ്ങളെ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെയും സൃഷ്ടിബന്ധങ്ങളെയും സൃഷ്ടിവിഭവങ്ങളെയും മലിനപ്പെടുത്തുന്ന മലിനതയിൽ നിന്നും മടങ്ങി വരാനുള്ളൊരു ഉപദേശമാണ്. ഈ സൃഷ്ടിയെ ജീവിപ്പാൻ, ഈ പ്രപഞ്ചത്തിൽ ജീവിപ്പാൻ ദൈവം ഒരു വലിയ അവസരം തന്നിരിക്കുകയാണ്. ഒരു ഭാഗ്യം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. മലിനതകൾ ഉപേക്ഷിച്ച് ദൈവം തന്നിരിക്കുന്ന നന്മകളെ സുരക്ഷിതമായി പരിപാലിച്ച് ദൈവഭയത്തോടെ അന്ത്യത്തോളം സാക്ഷ്യത്തോടെ നമ്മൾ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. വിശുദ്ധീകരിക്കുന്നവൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, നീതീകരിക്കുന്നവൻ ഇനിയും നീതീകരിക്കട്ടെ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. എങ്കിലും ഒരു ദിവസം ദൈവം പുറത്താക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. ആദിമാതാപിതാക്കൾ സന്തോഷത്തോടെ ദൈവത്തോട് സംസാരിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ ആ ഏദേൻ തോട്ടത്തിൽ പാർത്തിരുന്നു. അവർ നല്ല ഫലങ്ങളെ ഭുജിച്ചുകൊണ്ട് ദൈവവുമായി കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവർ പെട്ടെന്ന് ദൈവിക സ്വഭാവം അവർ നഷ്ടപ്പെടുമ്പോൾ അവർ ആ പറുദീസയിൽ നിന്നും പുറത്താവുകയാണ്. ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ നിങ്ങൾ മറന്നു പോകരുതേ. ദൈവത്തെയും സൃഷ്ടിബന്ധങ്ങളെയും സൃഷ്ടിവിഭവങ്ങളെയും മലിനപ്പെടുത്താനല്ല ദൈവം നമ്മെ ഈ ഭൂതലത്തിൽ ആക്കിയിരിക്കുന്നത്. അതിനെ സൂക്ഷിക്കുവാനാണ്, പരിപാലിപ്പാനാണ്, വിശുദ്ധിയോടെ ജീവിക്കാനാണ്, വിശുദ്ധിയോടെ വിനിയോഗിപ്പാനാണ്. കടപ്പാടുകളെ മറന്നു ജീവിക്കുകയല്ല. അതിനുള്ള ഉപദേശമാണ് നൽകിയിരിക്കുന്നത്. ആ ഉപദേശം മറുതലിച്ച് പോകരുതേ എന്നാണ് വേദപുസ്തകം നമുക്ക് നൽകുന്ന സന്ദേശം. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, സൃഷ്ടി വീണുപോയ ദൈവകൃപയിലേക്ക് മടങ്ങി വരണം. ദൈവസൃഷ്ടിക്ക് ഒരു കൃപ തേജസ് ഉണ്ടായിരുന്നു. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരുന്നു എന്നുള്ളതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ ഞാൻ ദൈവത്തെയോ മനുഷ്യരെയോ സന്തോഷിപ്പിക്കുന്നത്, ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുകയില്ല. 1 പത്രോസ് 2:10 പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് അതിൽ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി മാറുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കൈപ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിൽ മലിനപ്പെടുകയും ദുർനടപ്പുകാരനായി തീരാതിരിപ്പാൻ നോക്കുവിൻ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തരാകാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ദുഷ്ടതയുടെ നടുവിലും ആ വല്ലാത്ത തലമുറയിലും നിറഞ്ഞൊഴുകുന്ന തലമുറയിലും ദൈവകൃപ പ്രാപിച്ച നോഹ നമുക്ക് സാക്ഷ്യമാണ്. ആ നോഹയെ ദൈവം കരുതുകയാണ്. അവന് ദൈവത്തോടുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു, ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. എങ്ങനെ ജീവിക്കണം, ദൈവം ഒരുക്കിയ ആ പ്രപഞ്ചത്തിൻ്റെ മേൽ എന്തൊക്കെ കടപ്പാടുകൾ നിറവേറ്റി ജീവിക്കണം, എന്തൊക്കെയാണ് ഞാൻ സംരക്ഷിക്കേണ്ടതെന്നുള്ള ഉൾബോധ്യത്തോടുകൂടെ നിരന്തര ദൈവിക ബന്ധത്തിൽ ജീവിച്ച നോഹ തൻ്റെ ആത്മീയ കർത്തവ്യത്തിൽ വിജയിക്കുന്നതായി കാണുകയാണ്. ആ ദുഷ്ടത നിറഞ്ഞ ഇടത്തു നിന്നാണ് നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു കൃപയാണ്. പ്രിയമുള്ളവരെ, അതുപോലൊരു ദുഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിലാണ് ഇന്നത്തെ തലമുറ ജീവിക്കുന്നത്. അതിൽ വഴിപെട്ടു പോകാതിരിപ്പാൻ, ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അനുദിനവും ദൈവവുമായുള്ള ബന്ധം നാം മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയേറെ അധാർമികതകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ എന്ത് പ്രവർത്തിക്കുന്നു, എന്തു ചെയ്യുന്നു, ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് പോലും ബോധമില്ലാത്ത ഒരു കാലഘട്ടമാണ്. മനുഷ്യൻ്റെ ലക്ഷ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവൻ്റെ കുടുംബത്തിലുള്ള അവൻ്റെ ഉത്തരവാദിത്വം എന്ത് എന്ന് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം.
സഭയിൽ അവൻ്റെ ഉത്തരവാദിത്വം എന്തെന്ന് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സമൂഹത്തിൽ അവൻ്റെ ഉത്തരവാദിത്വം എന്തെന്ന് മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവം എന്നെ ഈ ഭൂതലത്തിൽ ആക്കിയിരിക്കുന്നത് ഉത്തരവാദിത്വം എന്ത് എന്ന് മറന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവിക ന്യായപ്രമാണങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തോട് മറുതലിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ മറുതലിച്ച് എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും? ഇതിനിടയിൽ നിന്നും ദൈവകൃപ ലഭിച്ച ഒരുവനെ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അതാണ് നോഹ. ആ നോഹ ആ തലമുറയിൽ, ആ ദുഷ്ടത നിറഞ്ഞ തലമുറയിൽ നീതിമാനായി ജീവിക്കാൻ കഴിഞ്ഞു, നിഷ്കളങ്കനായി ജീവിക്കാൻ കഴിഞ്ഞു, ദൈവത്തോട് കൂടെ നടക്കാൻ കഴിഞ്ഞു. ഇതാണ് നോഹയുടെ ഐഡൻറ്റിറ്റി. മാലിന്യങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ നിഷ്കളങ്കനായും നീതിമാനായും ദൈവത്തോടു കൂടെ നടക്കാൻ കഴിഞ്ഞു. ഏലി പുരോഹിതന്റെ മക്കൾ പാപത്തിന്റെ പ്രതീകങ്ങളായി മാറുമ്പോൾ ആ പ്രതീകങ്ങളുടെ മുൻപിൽ ശമൂവേൽ ബാലൻ ദൈവകൃപ അനുഭവിച്ച് വളരുകയാണ്. പൗലോസ് പറയുകയാണ്, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയിൽ വിളിച്ചിരിക്കുന്ന ദൈവം എന്നാണ് പൗലോസ് പറയുന്നത്. ദൈവം നമ്മുടെ ജനനം മുതൽ കൃപയാൽ ദൗത്യങ്ങൾ നിറവേറ്റുവാൻ നമ്മെ വിളിച്ചിരിക്കുകയാണ്. കടമകൾ നിറവേറ്റുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ ദൈവത്തോടും സൃഷ്ടിയോടുമുള്ള ബന്ധത്തെ മലിനപ്പെടുത്താതെ ഉത്തരവാദിത്വങ്ങൾ ഉണർന്ന് അതിവിശുദ്ധിയോടെ ജീവിക്കുവാനാണ് ദൈവം നമ്മെ ജനനം മുതൽ തൻ്റെ കൃപ നൽകി വിളിച്ചിരിക്കുന്നത്. അകൃത്യം നിറഞ്ഞ ദുഷ്ടത നിറഞ്ഞ ജനം നശിച്ചു പോവുകയാണ്. ആ കൃപയുടെ പെട്ടകത്തിൽ നോഹ വളരുകയാണ്. ഉറപ്പുള്ള ഒരു പർവ്വതത്തിൽ ഉറയ്ക്കുകയാണ്. അതാണ് അരരാത്ത് പർവ്വതം. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതം നശിച്ചു പോകേണ്ടതല്ല, ക്രിസ്തുവാകുന്ന പർവ്വതത്തിൽ ഉറക്കേണ്ട ജീവിതമാണ്. ആ ഉറപ്പ് വേണമെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ത്? ദൈവസമക്ഷം ഞാൻ ആരാണ്? ഞാൻ എവിടെ നിൽക്കുന്നു? എൻ്റെ ഉത്തരവാദിത്വം എന്ത്? ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ എനിക്കും നിങ്ങൾക്കും മറുപടി കൊടുക്കാൻ കഴിയണം. ഞാൻ ദൈവ പൈതലാണ്. ഞാൻ എവിടെ നിൽക്കുന്നു? ഞാൻ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. മറുപടി കൊടുക്കാൻ കഴിയണം. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ദൈവിക ഉദ്ദേശങ്ങൾ മാലിന്യമില്ലാതെ, കാപട്യമില്ലാതെ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ 3 ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കാപട്യമില്ലാതെ കണ്ടെത്തുമ്പോൾ സൃഷ്ടിയിന്മേൽ മലിനതയില്ലാതെ ജീവിക്കുവാൻ കഴിയും. ദൈവത്തോടും മനുഷ്യനോടും സൃഷ്ടിയോടും സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. നഷ്ടമായി പോയ ദൈവകൃപ വീണ്ടും നമ്മൾ പ്രാപിക്കണം. അതിനുവേണ്ടി ശക്തമായി ഒരുങ്ങണം. ശക്തമായ ഒരു ആത്മീയ പോരാട്ടം ഈ ഭൂതലത്തിൽ നമുക്ക് വേണ്ടിയിരിക്കുന്നു. സൃഷ്ടിയെയും ദൈവത്തെയും മലിനപ്പെടുത്തുകയല്ല നമ്മുടെ ഉത്തരവാദിത്വം. വേല ചെയ്യുവാനും കാക്കാനും ആ ഉദ്ദേശങ്ങളോട് ലയിച്ചു ചേർന്ന് ദൈവിക ഇഷ്ടങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഈ ഭൂതലത്തിൽ നമ്മെ വിളിക്കുന്ന നാളിൽ വീണ്ടും ദൈവത്തോടു കൂടെ നമ്മൾ ചില ഉത്തരവാദിത്വങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പ്രാപ്തിപ്പെടത്തക്ക രീതിയിൽ ഈ ഭൂതലത്തിൽ നമ്മൾ ജീവിതം ഒരുക്കണം. അതിന് സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവം വിളിക്കുമ്പോൾ നീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, കർത്താവേ, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഈ ഭൂമിയിൽ നിൽക്കുന്നു, ഞാൻ നേരുള്ളവനായി നിൽക്കുന്നു, കാപട്യമില്ലാത്തവനായി നിൽക്കുന്നു, നിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ പ്രാപ്തിയുള്ളവനായി നിൽക്കുന്നു. ഒളിക്കപ്പെടുന്നവനായിട്ടല്ല, ഭയപ്പെടുന്നവനായിട്ടല്ല, ദൈവത്തോട് കൂടെ നിൽക്കാൻ ആർജവമുള്ള നോഹയെപ്പോലെ, ഹാനോക്കിനെ പോലെ, തൻ്റെ ഭക്തന്മാരെ പോലെ ഒരു ജീവിതം ഈ ഭൂതലത്തിൽ നമുക്ക് ഒരുക്കാൻ കഴിയണം. അവിടെയാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. നമുക്കൊരു സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന നാൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഒരു വലിയ സംതൃപ്തിയോടെ നമുക്ക് ഈ ഭൂതലത്തിൽ നിന്ന് കടന്നു പോകാൻ കഴിയണം. അവിടെയാണ് സൃഷ്ടിയെ ദൈവം സ്നേഹിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്നത്. അതിന് നമുക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഈ തിരുവചനങ്ങളിലൂടെ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കും. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി സ്തോത്രം. ഇന്നത്തെ ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി നൽകണം. തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിക്കും. സൃഷ്ടിയെ മലിനപ്പെടുത്താതെ, ദൈവവുമായുള്ള ബന്ധത്തിൽ മാലിന്യം ചേർക്കാതെ, മനുഷ്യനുമായുള്ള ബന്ധത്തിൽ മാലിന്യം ചേർക്കാതെ, സൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ, സൃഷ്ടി വിഭവങ്ങളുമായുള്ള ബന്ധത്തിൽ മാലിന്യം ചേർക്കാതെ, നോഹയെപ്പോലെ നീതിമാനായി നിഷ്കളങ്കനായും ആ ദോഷം നിറഞ്ഞ തലമുറയിലും ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ മറന്നു പോകാതെ ദൈവത്തോട് അനുദിനം ചേർന്ന് ജീവിക്കാനുള്ള കൃപ അവിടെ നൽകണമേ. നാം ദൈവത്തിന് മുറിപ്പാടുകൾ കൂട്ടുന്നവരായിട്ടല്ല, ആ സൃഷ്ടിയുമായുള്ള ബന്ധത്തിൽ മുറിപ്പാടുകൾ ഉണക്കുന്നവരായി, ആ സൃഷ്ടിയെ കരുതുന്നവരായി, മാലിന്യങ്ങൾ കൂടാതെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിന് സഹായകമായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ, സഭയെ, സമൂഹത്തെ എല്ലാം അവിടെ നിന്ന് ഒരുക്കുന്നത് കൊണ്ട് സ്തോത്രം.
ക്രൂശിൻ്റെ മറവിൽ അവിടെ നിന്ന് മറച്ചുകൊള്ളും. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.